നമസ്കാരം. ഇടുക്കി ലൈവ് ഇമിഗ്രന്റ് അക്കാദമി ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ തുടരുകയാണ്. ഇപ്പോൾ അഭിപ്രായ സർവേയുമായിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് ഇടുക്കിയിലെ തങ്കമണി എന്ന സ്ഥലത്താണ്. തങ്കമണിയിലെ വോട്ടർമാർക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ തങ്കമണി ഓട്ടോ സ്റ്റാൻഡിലാണ് നമ്മളുള്ളത്. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. അങ്ങോട്ട് പോകും. ഓക്കെ, ഇത്തവണ ആര് ജയിക്കണമെന്നുള്ള ആഗ്രഹം? വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കണം. എങ്കിലും ഇവിടത്തെ ട്രെൻഡ് എങ്ങനെയാ, ആര് ജയിക്കും എന്നുള്ളതാണ്? ഒന്നും പറയത്തില്ല. പറയാനില്ല. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പിന്നെ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യണം. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇടുക്കിയിൽ ഇപ്പോൾ ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ജോസി ജോർജ് ജയിക്കാനാണ് സാധ്യത. കാരണം ഇടുക്കിയെ പറ്റി നന്നായിട്ട് അറിയുകയും ഇവിടുത്തെ പട്ടയത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും കസ്തൂരി രംഗം പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾ ജോസി ജോർജല്ലേ. ജോസി ജോർജ് ജയിക്കുമെന്നാണ് വിശ്വാസം. അമ്മച്ചി, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യണം. അപ്പൊ തീരുമാനിച്ചോ? തീരുമാനിച്ചില്ല. ഓക്കെ, ഇടുക്കിയിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ഒരു താല്പര്യം. അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അന്നേരം നമുക്ക് പറയാം. ഓക്കെ, ചേച്ചിക്ക് ജോസി ജോർജ് ജയിക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, എന്താ അങ്ങനെ പറയാൻ കാരണം? അതെ. ഓക്കെ, ഇത്തവണ ആർക്ക് സാധ്യതയുള്ളത് ശരിക്കും ഇടുക്കിയിൽ? സാധ്യത ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ രണ്ടുപേർക്ക് 50-50 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ആര് ജയിക്കണം ചേട്ടൻ്റെ ആഗ്രഹം? അങ്ങനെയില്ല, ആര് ജയിച്ചാലും നമുക്ക് എല്ലാവർക്കും ഒരേ അവസ്ഥ തന്നെയല്ലേ. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പിന്നെ വോട്ട് ചെയ്യണം. പിന്നെ ഓക്കെ, ഇത്തവണ എങ്ങനെയാ ഇപ്പോൾ ഇടുക്കിയിലെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇടുക്കിയെ യുഡിഎഫിന് ചെയ്യുക. മറ്റേത് 6 വയസ്സുകാരെ കൊന്ന ബലാത്സംഗം ചെയ്ത 12 ലക്ഷം രൂപ കൊടുത്തവർക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും പെൻഷനും ഇല്ല, സാധനങ്ങൾക്ക് വില കൂടുതൽ. ഈ ഭാഗത്തെല്ലാവരും യുഡിഎഫിന് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരും എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കേട്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ രാഷ്ട്രീയം സംസാരിക്കാറുണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ അഭിപ്രായത്തിലൊക്കെ ആര് ജയിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്കിപ്പോൾ അങ്ങനെ നിഷ്പക്ഷമായിട്ട് പറയാനേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പ്രസ്ഥാനമായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുത്തൊരാളെ സംസാരിക്കാൻ പറ്റത്തില്ല. ചേട്ടാ, ഇത്തവണ ഇടുക്കി ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ഡീൻ കുര്യാക്കോസ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഡീൻ കുര്യാക്കോസിൻ്റെ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തന മികവുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്നൊരു പ്രകൃതമാണ് പുള്ളിയുടെ. അതുകൊണ്ട് ഇത്തവണ ഇടുക്കി ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ഒരുത്തിനും ജയിക്കണമെന്ന് ആഗ്രഹമില്ല. എല്ലാവരും നിർക്കുണപ്രവൃത്തി ചെയ്യുന്നവനാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. ഞാൻ പല കമ്മ്യൂണിസ്റ്റുകാരനാണ്. മറ്റേ ഈ വൃത്തികെട്ടവനുമായിട്ട് 20 വർഷമായിട്ട് ഞാൻ മാറി നിൽക്കുക. പിന്നെ BJP ആർക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞാൻ വോട്ട് ചെയ്യല. എൻ്റെ കുടുംബത്തിൽ 17 വോട്ടുണ്ട്. ഒറ്റ വോട്ടും ചെയ്യും. പെൻഷൻ കാശ് പോലും തരികയില്ല. ഞങ്ങൾ ഒരു നിർഗതിയില്ലാത്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഈ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മരുന്ന് മേടിക്കണം. ഞാൻ 90 വയസ്സുള്ള മനുഷ്യനാണ്. അറിയാവോ? നിങ്ങളിത് പബ്ലിസിറ്റി ആയിരുന്നു. അതിനാ ഇത് പറഞ്ഞത്. ഇവനൊക്കെ കാണിക്കുന്നതല്ല. ഒരിക്കർക്ക് വോട്ടില്ല, വോട്ട് കൊടുക്കുക. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന, ഞാൻ പഴയ കമ്മീഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒത്തിരി പേര് കേൾക്കും. ഞാനത് പബ്ലിസിറ്റി ചെയ്യാൻ തയ്യാറ് ചെയ്തിരിക്കാം. വോട്ട് ചെയ്യിക്കുക. എല്ലാവരും വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനിക്കും. ഇവിടെ ഒരു 10-700 പേരെ ഞാൻ സംഘടിപ്പിക്കും. എനിക്കതിന് കഴിവുണ്ട്. ഞാൻ 64 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്കൊന്നും പറയാം.